Disclaimer. This video is made for entertainment purpose only. It doesn't mean to hurt any. And don't take it seriously. വയനാട്ടിലെ ദുരന്തമുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്റിട്ട ഒരുവന് സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട്. മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജേട്ടന്റെ കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ജോർജേട്ട കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എല്ലാരും വിളിച്ചു. അല്ല, നമ്മളിപ്പം മുലപ്പാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് തരണ്ടേ? അവനെനിക്ക് ഇഷ്ടമല്ല. അവന് എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ സത്ത് മണ്ണടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ജോർജേട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. വഴിയിൽ വെച്ച് നാട്ടുകാർ ഒരു ആദരം അർപ്പിച്ചു. സ്വാഭാവികമായിട്ട് സൽപ്രവർത്തി ചെയ്യുന്നവരെയൊക്കെ വിളിച്ച് ആദരിക്കേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണല്ലോ. ഞാൻ ഇപ്പോൾ വീഡിയോ വരാനുള്ള കാരണം 2 ദിവസം മുമ്പ് തേങ്ങാക്കൊല മീഡിയ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റ് വന്നിരുന്നു. ആ പോസ്റ്റിന് എൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ രീതിയിലൊരു കമന്റ് വരികയുണ്ടായി. പിന്നെ ഇതായിരുന്നു ആ പോസ്റ്റ്. ഈ പോസ്റ്റ് ഈ വയനാട് ഇഷ്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണെന്ന് മനസ്സിലാക്കാതെയാണ് ഞാൻ കമന്റ് ഇട്ടത്. എനിക്ക് ഇവനെ ഇത് ഈ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ആ സ്പോട്ടിൽ തന്നെ ഞാൻ ആ കമന്റ് ബോക്സിൽ ഞാൻ സോറി പറഞ്ഞിരുന്നു. ഇനി ഇങ്ങനൊരു ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത പോസ്റ്റ് അല്ല എങ്കിലും ഞാൻ അങ്ങനെ ഒരു കമന്റ് അവിടെ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് ഞാൻ 100% ഞാൻ തെറ്റ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ പെരുന്നാളിന്റെ ബാക്കിയാൻ തീർക്കും. നീ മൂക്കൊണ്ട് പടിയണം. വണ്ടിക്കറി അവന്മാരെ എനിക്ക് കാണണ്ട, വെറുത്തുപോയി. ഞാൻ പോകുന്നു. ബൈ ബൈ.